ടൈമർ ഇടാണേ, വേഗം ചെയ്തോ. ഒരു മിനിറ്റ് തരും. ഒരു മിനിറ്റ് കൂടുതലായി. സന്തോഷം, പറ. അത് ഞാൻ പറയാം. ഹാവ് അല്ല, ഹാസ് അല്ല, ഹാവ്. റൂൾ എന്താ? Hasta la cédula de habitar la boca de caballo fast subject depending. അതിലേക്ക് കിട്ടിയാ? ഉം. കിട്ടിയില്ലേ? ഇല്ല. എംപോസിഷനെ ഏതാന്ന് വെച്ചാൽ ഏത് റൂളാന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിക്കുക 5 പ്രാവശ്യം. ഇന്ന് കിട്ടണം. പേരെന്തായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്. ആരുമില്ല. അതിരെ ഷീ റെക്കോർഡിംഗ് ആണോ ഇത്? ചീസ് ആണോ? റെക്കോർഡിംഗ് ഒക്കെയാണ്. റെക്കോർഡിംഗ് എവിടെ? റെക്കോർഡിംഗ് അല്ലേ? ആണ്. ഓക്കെ. ദ പ്ലെയേഴ്സ്, ആദ്യത്തെ എന്താ? ദ പ്ലെയേഴ്സ് ആസ് വെൽ ആസ് ദ കോച്ച് ഹാവ് ആണ് അല്ലേ? റൂൾ എന്താ? ആസ് വെൽ ആസ്, പിന്നെ നോ ലെസ് ദാൻ, ഇൻക്ലൂഡിങ്, അക്കമ്പനീഡ് ബൈ, എലോങ് വിത്ത്, അല്ലെങ്കിൽ തന്നെ വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, നോ ലെസ് ദാൻ എന്നും പറഞ്ഞുകൊണ്ട് പഠിച്ച് വെക്കുക. എന്താണ് അതിൻ്റെ കൂടെ? എന്ത് വെർബ് ആരെ ഡിപ്പെൻഡ് ചെയ്യണം? ഫസ്റ്റത്തേനെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് വേണം? പ്ലെയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ പ്ലെയേഴ്സ് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് വരുന്നു. അടുത്ത എന്താണ്? ഷീ നോ ലെസ് ദാൻ. നോ ലെസ് ദാൻ എന്ന് പറയുന്നതും സെയിം റൂൾ തന്നെയാണ്. എന്ത് വരും? ഷീ നോ ലെസ് ദാൻ ആയി. ഷീ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ വരേണ്ടത്? ആമാണോ? ഷീസാ വരേണ്ടത്. മഞ്ജുമ ശരിയാക്കിയാ? അതിരെ എഴുതിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. നേരത്തെ തൊണ്ണായില്ലേ? ആ ടൈപ്പ് തന്നെ 5 പ്രാവശ്യമായി. അപ്പോൾ സെയിം ടൈപ്പ് തന്നെ സാധനം. അടുത്ത പറ. എന്ത് വരും? ഐ ഹാഡ് കംപ്ലീറ്റഡ് ദ ടാസ്ക് ഇൻ ജനുവരി. ഐ കംപ്ലീറ്റഡ് അതായത് പാസ്റ്റ് ആണ്. അപ്പോൾ ജനുവരിയിൽ കംപ്ലീറ്റ് ആയെന്നാണ്. അപ്പോൾ എന്തൊരു ടൈം ഓഫ് ആക്ഷൻ ആണ്. എന്താണ്? ടൈം ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഒരു വേർഡ് അവിടെ ഉണ്ട്. എന്തായാലും ജനുവരി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം എന്ത് മതി? പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഒരു ടേമിൽ ടൈം ഓഫ് ആക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റിലായിരിക്കും എഴുതുന്നത്. അപ്പോൾ എന്ത് മതി? ഹാഡ് വേണ്ട. ഐ കംപ്ലീറ്റഡ് ദ ടാസ്ക് ഇൻ ജനുവരി. ആതിരെ എന്തായി? ഇല്ലല്ലേ? 5 പ്രാവശ്യം. അടുത്തതിൻ്റെ ആൻസർ പറ. വേറെ ലാസ്റ്റ് ഇയർ അല്ല, ഇതാണ് ഹാഡ് വേണ്ട. ലാസ്റ്റ് ഇയർ എന്താണ്? ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോഴത്തേക്ക് ടൈം ഓഫ് ആക്ഷൻ വീണ്ടും വന്ന് വി ഹാഡ് ഗോൺ ടു എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് വേണ്ട, നമുക്ക് എന്ത് മതി? വി ടു മതി.
ഗോയുടെ വീട്ടു എന്തുവാ? Go. വെൻറ്റ്. ഗോ വെൻറ്റ് ഗോണാണ്. ഓക്കെ, ലാസ്റ്റ് ഇയർ വി വെൻറ്റ് എബ്രോഡ്. 2 + എബ്രോഡ് അല്ല, വെൻറ്റ് എബ്രോഡ് മതി. 2 വേണ്ട അവിടെ, അത് എറ. വെൻറ്റ് ടു എബ്രോഡ് എന്ന് പറയത്തില്ല, വെൻറ്റ് എബ്രോഡ് എന്നേ പറയത്തുള്ളൂ. 2 എറർ ഉണ്ട് അവിടെ. അടുത്ത 1 മിനിറ്റ്. മറിച്ച് നോക്കണോ പഴയത്? വേണ്ട. ആതിരെ Mm. ആ നോക്ക്. മഞ്ജിമ കഴിഞ്ഞാ? ആ, പറ. ആദ്യത്തെ വെല്ലസ്. അതിരെ അതാണ് വാടാ മറ്റേ മക്കളെ. Um. ഓൾ പുട്ട് പ്ലൈമോൺ ബോത്ത് ഹിം ആസ് വെൽ ആസ് ആണ്. ആസ് വെൽ ആസ് വന്നു കഴിഞ്ഞാൽ വിത്ത് ടുഗദർ വിത്ത് അലോങ് വിത്ത്. Him and. ആ, അപ്പം ആസ് വെൽ ആസ് ഒക്കെ വരുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? നമ്മുടെ ആസ് വെൽ ആസ്. പക്ഷേ ആസ് വെൽ ആസിൻ്റെ റൂളല്ല അത്. ആസ് വെൽ ആസിൻ്റെ റൂളാണോ? ഓൾ പുട്ട് ബ്ലെയിം ഓൺ ബോത്ത് ആണ്. ബോത്തിൻ്റെ കൂടെ എന്ത് വരത്തില്ല? ആസ് വെൽ ആസ് വരത്തില്ല. ആസ് വെൽ ആസ് ഉണ്ട്. ആസ് വെൽ ആസിൻ്റെ റൂളിൽ പോകല്ലേ? ബോത്ത് ഉണ്ടായിരുന്നു. ബോത്ത് ആൻഡ് വരണം. അപ്പോൾ ആസ് വെൽ ആസ് അല്ല, ആൻഡ് ആണ്. ബോത്ത് വരുമ്പോൾ നമ്മൾ 2-3 റൂള് പറഞ്ഞായിരുന്നു. ബോത്ത് വരുമ്പോൾ എന്തൊക്കെയാണ് റൂൾ പറഞ്ഞാൽ? ബോത്തിൻ്റെ കൂടെ ആൻഡ് വരണം. ബോത്തിന് ശേഷം എന്ത് വരണം? ബോത്തിന് ശേഷം എന്ത് വരണം? ആ, പ്ലൂറൽ വെർബ് വരണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ വെർബ് ഒന്നുമില്ല, അപ്പോൾ ഇഷ്യൂ ഒന്നുമില്ല. അടുത്ത നോക്കിയാൽ ബോത്ത് യു ആസ് വെൽ ആസ് അല്ല, യു ആൻഡ് ഐ. ആം വരുമോ? 2 പേരുണ്ട്. ബോത്തിന് ശേഷം എന്ത് വരണം? പ്ലൂറൽ വരണം. ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഗോയിങ് ടു എ ഡേറ്റ്. അടുത്ത എന്തോ നോക്ക്. ദ പോലീസ്. പോലീസ് എന്ന് പറഞ്ഞാൽ എന്ത് പാടാ? കുറേ വേർഡ്സ് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പോലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലൂറലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ, ബാക്ടീരിയ, ഇതൊക്കെ എന്താണ്? പ്ലൂറലാണ്. പോലീസ് പ്ലൂറലാണ്. പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ പ്ലൂറൽ വെർബാണ്. അപ്പോൾ ഹാസ് അല്ല, പോലീസ് ഹാവ് അറൈവ്ഡ് അറ്റ് ദ സ്പോട്ട് എന്ന് പറഞ്ഞു. ഹാവ് അറൈവ്ഡ് അറ്റ് ദ സ്പോട്ട് ആൻഡ് അറസ്റ്റഡ് ദ റഫിയൻസ്. ഓക്കെ, റഫിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗുണ്ടകളെയാണ് റഫിയൻസ് എന്ന് പറയുന്നത്. ഗൂൺസ് എന്നും പറയും. അടുത്ത പ്ലെൻറ്റി ഓഫ് അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഓഫാണ്. ഓഫിന് ശേഷം ഞാൻ പറഞ്ഞു ഒരുവിധം എല്ലാ കേസിലും ഓഫിന് ശേഷം എന്താ വരേണ്ടത്? ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ അല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് വരണം. അപ്പോൾ ഡേറ്റം എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഡേറ്റ ആണ് പ്ലൂറൽ. പ്ലെൻറ്റി ഓഫ് ഡേറ്റ.
ഓക്കെ, രണ്ട് സബ്ജക്റ്റ് എന്താണ്? ഓക്കെ, ഡാറ്റ പ്രൂവ് ദാറ്റ് ദെയർ ഈസ് ഡെർത്ത് ഓഫ് വാക്സിൻസ് ഇൻ ഇന്ത്യ. ഡെർത്ത് എന്ന് പറയുമ്പോൾ എഴുതി വെച്ചു, ഡെർത്തൊക്കെ നല്ല വേർഡ്സാണ്. ഏതാണ്? ക്രൈസിസ് അല്ലെങ്കിൽ ഇഷ്യൂസ്. എന്താണ്? ഒരുപാട് ഡേറ്റ പറഞ്ഞത് എന്താണ്? വാക്സിൻസിന് ഇവിടെ ഇന്ത്യയിൽ ഇച്ചിരി പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. വാക്സിൻസിന് ക്ഷാമം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വേഗം പറ. It is WH നൺ നോസ് വൈ ഡസ് ഷീ റെഫ്യൂസ് ടു മാരി മീ. നൺ നോസ് വൈ. നൺ. അപ്പോൾ നണ്ണ് വെച്ചിട്ട് നമുക്കൊന്നും പറയുന്നില്ല, നൺ വെച്ചിട്ട്. പക്ഷേ വൈ വെച്ചിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വൈയിൽ ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നതുണ്ട്, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നതുണ്ട്. WH ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളതുണ്ട്, അസേർട്ടീവ് സെൻറ്റൻസസും ഉണ്ട്. അപ്പോൾ ഇതാണ് ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ താണ്ട് WH വന്നിട്ട് എവിടെ അവസാനിച്ച്? ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ച്. അപ്പോൾ അങ്ങനെ കേസിൽ നമ്മൾ എൻ്റെ ഓർഡർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്നാണ് നമ്മുടെ അവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്ന് പറയുമ്പോഴത്തേക്ക് വൈ ഡസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്സിലറി വെർബാണ്. ഓക്സിലറി വെർബ് കാണാതെ പറ. Amisar was, where, has, have, had, do, does, did, can, could, shall, should, will, would, may, might, must, would, need, dare, used to, ought to. പഠിക്കാൻ പറഞ്ഞെന്ന്. വൈഡസ്. ഓക്കെ, ഇത് ഓക്സിലറി വെർബ് നമുക്കിവിടെ ആവശ്യമില്ല. ഓക്സിലറി വെർബ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്താ വേണ്ട? WH കഴിഞ്ഞാൽ സബ്ജക്റ്റ് വരണം. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കാം? വൈ ഷീ ഡസ് പ്ലസ് റെഫ്യൂസ് എന്താവും? ഡസ് നമുക്ക് ആവശ്യമില്ല, പക്ഷെ ഡസിനെ കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഡസിനെ വെർബിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഡസ് പ്ലസ് റെഫ്യൂസ് എന്താവും? 20. എന്തോന്ന്? കേട്ടില്ല. നീ ഉറങ്ങുവാണ് ഇവിടെ നിന്ന്? അല്ല, ഇവിടെ പപ്പ. ഡസ് പ്ലസ് റെഫ്യൂസ് എന്താ വരുന്നേ? മഞ്ജിമേ ഹലോ. ആ, ഡസ് പ്ലസ് റെഫ്യൂസ് എന്തുവാ? ഡസ് പ്ലസ് റെഫ്യൂസ് എന്ന് പറയുമ്പോൾ റെഫ്യൂസസ്. റെഫ്യൂസിനെ എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞു? ഡു പ്ലസ് റെഫ്യൂസ് ആണ് റെഫ്യൂസ് എന്ന് പറയുന്നത്. റെഫ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഡ് പ്ലസ് റെഫ്യൂസ് ആണ്. അടുത്തെന്ന് പറയുമ്പോൾ റെഫ്യൂസസ് എന്ന് പറയുന്നത് ഡസ് പ്ലസ് റെഫ്യൂസ് ആണ്. അപ്പോൾ അതിനെ ഈ ഡസിനെ ഇവിടെ കയറ്റി കഴിഞ്ഞാൽ റെഫ്യൂസസ് ആയിട്ട് മാറും. വൈ ഷീ റെഫ്യൂസസ് ടു മാരി മീ. ഓക്കെ, അടുത്ത എന്താണ്? വൈ. അവിടെ വീണ്ടും WH വന്നിട്ട് എവിടെ അവസാനിച്ച്? ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ച്. ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂൾ എന്താണ്? WH പ്ലസ് ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ് എന്ന് പറയണം. അപ്പം ഇവിടെ എന്ത് വേണം? വൈ യു ഓൾവേസ് മേക്ക് മച്ച് അഡോ എബൌട്ട് നത്തിങ്. ആ, ഇവിടുത്തെ വെർബ് എന്താണ്? മേക്കാണ്. മേക്കിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡു പ്ലസ് മേക്കാണ്. അപ്പം എങ്ങനെ മാറ്റും? വൈ ഡു യു ഓൾവേസ് ഒക്കെ അവിടെ തന്നെ വെച്ചേക്ക്. ഓൾവേസ് മേക്ക് മച്ച് അഡോ എബൌട്ട് നത്തിങ്. ഇതിൽ നിന്ന് എറർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്ക്. ഹിമ്മല്ല. ഹലോ. ഓക്കെ,
എഴുതി വെച്ചിരുന്നാൽ മതി, എന്നിട്ട് പിന്നെ ചെക്ക് ചെയ്താൽ മതി കറക്റ്റായോ ഇല്ലേന്ന്. Emotion is the revenue. വായിച്ച് കഴിയുമ്പോൾ പറഞ്ഞാൽ മതി, വായിച്ച് കഴിയുമ്പോൾ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല, പഠിക്കാനുള്ള സാധനമല്ലേ. നാലെണ്ണം നോക്കിയാ? ഐ ആം ആസ് സ്മാർട്ട് ആസ് ഹിം അല്ലേ, ഐ ആം ആസ് സ്മാർട്ട് ആസ് ഹിം. ഈസ് ദെയർ എനിവൺ ഹൂ ഈസ് ആസ് വൈസ് ആസ് ഹിം. അപ്പോൾ ഇതെല്ലാം എന്താണ് ഇവിടെ കണ്ടോ, എല്ലാം കോമൺ ആരാ നോക്കിയേ? ആസ് സ്മാർട്ട് ആസ് വൈസ് സ്വീറ്റ് ആസ് സ്റ്റാർ ആസ്. ഇവിടുത്തെ എറർ ഉണ്ട്, ഇവിടുത്തെ എറർ നമ്മൾ പെട്ടെന്ന് മനസ്സിലുണ്ട്. ഇവിടെ എല്ലാം ആസ് 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 ആസ്, അപ്പോൾ ഇവിടെ എന്തില്ല? ആസ് ഇല്ല. ഓക്കെ, പിന്നെ സ്മാർട്ട്, വൈസ്, സ്വീറ്റ്, ടാൾ ഇതൊക്കെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആരെങ്കിലും കുറിച്ച് Adjective അല്ലേ? പറയാനാണ്. ആരെങ്കിലും കുറിച്ച്, ഇപ്പം ഇവനെ ഹിമ്മാണെങ്കിൽ അവനെ ഒരാളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ പിന്നെ സബ്ജക്റ്റിനെ കുറിച്ച് പറയാൻ ഉപദേശിക്കുമ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ ഇവരെല്ലാം ആരായിട്ട് വരും? ഇവരെല്ലാം അഡ്ജക്റ്റീവായിട്ട് വരും. അപ്പോൾ ഇവിടെ എന്ത് റൂളായി വന്ന? ആസ് പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് ആസ് വന്നാൽ എന്താ പ്രശ്നം എന്ന് ആലോചിക്കുക. ആസ് പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് ആസ് വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അത് അവസാനിക്കുന്നത് പ്രോനൗൺ, ഇതിൻ്റെ അവസാനം, ഇതിൻ്റെ എൻഡിൽ, ആ സെൻറ്റൻസിൻ്റെ അവസാനം പ്രോനൗൺ ആണെങ്കിൽ മാത്രം. പ്രോനൗൺ ഏതൊക്കെയാണ്? നമ്മുടെ നൗണിന് പകരം ഉപയോഗിക്കുന്നതാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. നൗണിന് പകരം ഇപ്പോൾ എപ്പോഴും മഞ്ജിമ 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 എന്ന് പറയുന്നത്, ഞാൻ അവളെന്ന് പറയുമ്പോൾ ഏതാണ്? ഹെർ. അതെന്താണ്? പ്രോനൗണാണ് അല്ലേ? അപ്പം അതിനാണ് പ്രോനൗൺ. അപ്പോൾ ഏതൊക്കെയാണ് പ്രോനൗൺ എന്ന് പറയുമ്പോഴത്തേക്ക്? ഹിം, ഹെർ, ഇറ്റ്, യു, ദേയ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? വി, ഐ, വി ഉണ്ടെന്ന് തോന്നുന്നല്ലേ? വി ഉണ്ട്. വി വരുമോ? ഏതൊക്കെയാടാ പ്രോനൗൺസ്? അത് തന്നെ, ഐ, വി, യു. He, she, ഓർഡറിൽ പറഞ്ഞു it. കഴിഞ്ഞാൽ അത് തന്നെ. ഓർഡറിൽ പറയാനാണെങ്കിൽ ഐ, വി ഫസ്റ്റ് പേഴ്സൺ, യു സെക്കൻഡ് പേഴ്സൺ, ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദ തേർഡ് പേഴ്സൺ. ഇതൊക്കെയാണ് പ്രോനൗൺസ് ആയിട്ട് വരുന്നത്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെയാണ് നമ്മുടെ പ്രോനൗൺസ് വരുന്നത്. പക്ഷെ ഇവരെ എല്ലാം പറയുന്ന പേര് രണ്ട് കാറ്റഗറി ഉണ്ട്. ഇതിനെ സബ്ജക്റ്റീവ് എന്ന് പറയും, സബ്ജക്റ്റീവ് എന്ന് പറയും, ഐ, വി, യു, ഇ. ഇതിൻ്റെ എല്ലാം ഒബ്ജക്റ്റീവ് ഉണ്ട്, ചുമ്മാ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഐൻ്റെ ഒബ്ജക്റ്റീവ് കേസ് എന്താ വരുന്നത്? മീ, വി, അസ്. യു തന്നെയാണ്. ഹി, ഹിം, ഷീ, ഹെർ, ഇറ്റ് തന്നെയാണ്. ദേ, ദം. അപ്പോൾ ഇത് രണ്ടും എഴുതിയിട്ടേക്കുക. സബ്ജക്റ്റീവ് കേസും വരുന്നുണ്ട്, ഒബ്ജക്റ്റീവ് കേസും വരുന്നുണ്ട്. അപ്പോൾ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് ആസ് വന്നിട്ട് അതും വരണം. എന്തൊക്കെ വരണം? ആ സാധനം വരണം. ഒന്നാമത്തെ കാര്യം ഇത് വരണം. അത് വന്നു കഴിഞ്ഞിട്ട് ഇത് പ്രോനൗണിലാണ് അവസാനിക്കുന്നത് എന്നും നോക്കണം. പ്രോനൗണിലാണ് അവസാനിക്കുന്നതെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന പ്രോനൗൺ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് കേസേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഐ ആം ആസ് സ്മാർട്ട് ആസ് ഹി. ഹിമ്മിൻ്റെ സബ്ജക്റ്റീവ് ഹി ആണ്. അടുത്ത എന്താണ്ട്? യു ആർ ആസ് ടാൾ ആസ് ഷീ. അടുത്ത എന്ത് വരും? ഈസ് ദെയർ എനിവൺ ഹൂ ഈസ് ആസ് വൈസ് ആസ്. ഐ ആം വേണോ? കാരണം ഐയിലങ്ങ് അവസാനിപ്പിച്ചാൽ മതി. അടുത്ത നോക്കിയേ,
In many villages, there are many singers whose voice is അപ്പുറത്തും ഇപ്പുറത്തും ആസ് കാരണം ആസ് സ്വീറ്റ് ആസ് ഹണി. ഇതിവിടെ സബ്ജക്റ്റീവ് പ്രോനൗൺ ഒന്നുമില്ല, അപ്പോൾ പിന്നെ അവിടെ ബാക്കി വേറെ കാര്യം നമ്മൾ മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ക്ലിയർ ആണോ? Yeah. ആതിരേ പോയാടാ? ഇല്ല, കേ- അടുത്ത നോക്കിക്കേ. കുറച്ച് വേർഡ്സ് ഉണ്ട്. ഏതൊക്കെ വേർഡ്സാ? അഡിക്റ്റഡ് ടു, ACCUS, accustomed to, used to, dedicated to, committed. ഇതിൻ്റെ കൂടെ എല്ലാം ടു ആണ് വരുന്നതെന്ന് ആലോചിക്കുക. with a view to, look forward to, ഹാബിച്വേറ്റഡിനോടൊപ്പം ഓഫാണ് വരുന്നത്, തെറ്റിക്കരുത്. ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ING കൊടുക്കുക, അല്ലെങ്കിൽ ജെറണ്ട് എന്ന് പറയും. ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബ് പ്ലസ് INGനെയാണ് ജെറണ്ട് എന്ന് പറയുന്നത്. ഓക്കെയാണോ? വെർബ് പ്ലസ് INGനെയാണ് ജെറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എന്ത് വേണം? ING വരണം. ഐ ജോയിൻഡ് കോച്ചിങ് ദേ വിത്ത് എ വ്യൂ ടു ഇംപ്രൂവ് ഇംഗ്ലീഷ് വരുമോ? അല്ല, ഇംപ്രൂവിങ് ഇംഗ്ലീഷ്. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഇൻ ചൈൽഡ്ഹുഡ് ഐ വാസ് യൂസ്ഡ് ടു. അത് ശ്രദ്ധിക്കണം. ഐ യൂസ്ഡ് ടു ഒരുണ്ട്. എന്താണ്? രണ്ട് സാധനങ്ങളുണ്ട്. എന്താണ്? ഐ യൂസ്ഡ് ടു കൊടുക്കാം, ഐ വാസ് യൂസ്ഡ് ടു കൊടുക്കാം. ഇതിൻ്റെ ഡിഫറൻസ് എന്താന്ന് പറഞ്ഞേ? ഇത് മായവനേ, എന്താണ് അതിൻ്റെ ഡിഫറൻസ്? I used to. ഐ യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ ഐ യൂസ്ഡ് ടു ഞാൻ മുമ്പ് എന്തോ കാര്യം ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്, ഇപ്പം ചെയ്യുന്നില്ല. മനസ്സിലായോ? ഇപ്പം എക്സാമ്പിൾ പറയാനാണെങ്കിൽ എന്ത് പറയാം? എക്സാമ്പിൾ, ഐ യൂസ്ഡ് ടു വാച്ച് എ ലോട്ട് ഓഫ് മൂവീസ്. ഓക്കെ, മുമ്പ് ഞാൻ ഒരുപാട് സിനിമ കാണുമായിരുന്നു, പക്ഷെ ഇപ്പോൾ കാണുന്നില്ല. ഐ വാസ് യൂസ്ഡ് ടു എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കത് ശീലമായി, എനിക്കത് യൂസായിരുന്നു. എപ്പോഴും ഇങ്ങനെ ചെയ്ത് ഇപ്പോൾ എന്താ, നമ്മൾ എണീറ്റ് രാവിലെ 5:30 എണീക്കുന്ന എന്തായി? ശീലമായി എന്ന് പറയുന്നതാണ്. ഇതിപ്പോൾ കറക്റ്റായിട്ട് എണീക്കുന്ന ഞാനും അതിരെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ എണീക്കുന്നുണ്ടേ, തിരിഞ്ഞിടന്ന് ഉറങ്ങുന്നത് അത് വേറെ കേസ്. പക്ഷേ ഇവിടെ ചേട്ടാ പക്ഷെ വിളിച്ചാ എടുക്കും. ആ എന്നിട്ട് എനിക്ക് ടെലഗ്രാമിൽ കോള് വരില്ലെന്നേ, അതാ പ്രശ്നം. ഞാൻ ചേട്ടാ വിളിക്കുമല്ലോ ചേച്ചിനെ. ഓഹോ ഓക്കെടാ, ഇന്ന് വിളിച്ചോ? എടുത്തു നോക്കാം അങ്ങോട്ട്. ഇന്നില്ലേ? അത് ഇന്ന് ഞാൻ ചേട്ടന് എത്ര ആണ്? ചേട്ടന് 7 മണിയായപ്പോഴേ എണീറ്റല്ലേടാ. പക്ഷേ ഇന്നത്തെ അത് ഞാൻ ലേറ്റായിട്ട് കിടക്കുമ്പോഴല്ലേ. ഓ, ആരെങ്കിലും പറഞ്ഞിരിക്കാറോ? ഞാൻ വിളിച്ചു. ലേറ്റ് ആവും. നീ എന്നെ നോർമൽ കോൾ വിളിച്ചാൽ മതി, ഞാൻ ഇരുന്നു കേട്ടോ. ഐ വാസ് യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ എനിക്കത് ശീലമായെന്നാണ് അതിൻ്റെ അർത്ഥം. ഐ യൂസ്ഡ് ടു പറഞ്ഞാൽ ഞാൻ മുമ്പ് എന്തോ കാര്യം ചെയ്യുമായിരുന്നു, ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇൻ ചൈൽഡ്ഹുഡ് കുട്ടിക്കാലത്ത് ഐ വാസ് യൂസ്ഡ് ടു, ഞാൻ എനിക്ക് പേരൻസിൻ്റെ നിന്ന് സ്റ്റോറി കേട്ട് എനിക്ക് ശീലമായെന്ന്. യൂസ്ഡ് ടു 2 പ്ലസ്
V1 വന്ന് അതവിടെ നിൽക്കട്ടെ. V1. യൂസ്ഡ് ടു ലിസൺ 2 + V1. പക്ഷെ അടുത്ത കേസ് എന്താ വന്നേക്കണേ? യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ വെർബ് എന്ത് വരണം? നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എന്താ പറയുന്നത്? 2 + V1 വെച്ചിട്ട് നമ്മൾ അവിടെ ശ്രദ്ധിക്കത്തില്ല അല്ലേ? ഇവിടെ ഞാൻ പറഞ്ഞില്ല യൂസ്ഡ് ടു 2 + V1 എന്നും പറഞ്ഞു, അത് ശ്രദ്ധിക്കത്തില്ല. പക്ഷേ യൂസ്ഡ് ടു ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യൂസ്ഡ് ടു കഴിഞ്ഞാൽ ING വരേണ്ടത്. ഇത് തെറ്റിക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെ സ്ഥിരം തെറ്റിക്കുന്ന സാധനങ്ങളാണ്. സാധാരണഗതിയിൽ 2 + V1 വരേണ്ടത്. അപ്പോൾ നമ്മളത് മൈൻഡ് പോലും ചെയ്യത്തില്ല. ഇവിടെ എല്ലാം എന്താ അതുകൊണ്ടാണ് വേണ്ട 2 + V1 2 + V1 ക്വസ്റ്റ്യനിൽ അങ്ങനെ വരത്തുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഈ പർട്ടിക്കുലർ വേർഡ്സ് വന്ന് അവിടെ V1 വരത്തില്ല, ING വരുന്നത്? ഓക്കെ, യൂസ്ഡ് ടു കഴിഞ്ഞാൽ ING വരണം. ആഫ്റ്റർ മാരേജ് ഹി വാസ് അഡിക്റ്റഡ് ടു കഴിഞ്ഞാൽ ING വരണം. ഗാംബ്ലിങ്. ഓക്കെ ആണോ? ഇതൊക്കെ ഓരോ കാണാതെ പഠിക്കാനേ ഉള്ളടാണ്ട്. അഡിക്റ്റഡ് ടു, അക്കസ്റ്റംഡ് ടു, യൂസ്ഡ് ടു, ഡെഡിക്കേറ്റഡ് ടു, കമ്മിറ്റഡ് ടു, വിത്ത്. ഈ വേർഡ്സേ നമുക്കവിടെ വരത്തുള്ളൂ. ഇത് വരും. ഇത് മാർക്ക് ഹാബിച്വേറ്റഡ് ഓഫാണ്. പറഞ്ഞുതരാം, ഒരുമിച്ചെടുത്ത് റിവൈസ് ചെയ്യണോ അങ്ങോട്ട്? അടുത്ത സാധനം എനിക്കറിയത്തില്ല, ആരെങ്കിലും നമുക്ക് പിന്നെ ആലോചിക്കാണ്ട്. ഏതൊക്കെയാണ്? അഡിക്റ്റഡ് ടു, അക്കസ്റ്റംഡ് ടു, യൂസ്ഡ് ടു, ഡെഡിക്കേറ്റഡ് ടു, കമ്മിറ്റഡ് ടു, വിത്ത് എ വ്യൂ ടു, ലുക്ക് ഫോർവേഡ് ടു, ഹാബിച്വേറ്റഡ് ഓഫ്. നോ യൂസിനോടൊപ്പം എന്താ വരുന്നത്? ING വരുന്നത്. ഓക്കെ, അടുത്ത സാധനം എന്ന് പറയുന്നത് എന്താണ്? ഇതെനിക്ക് വലിയ പിടിയില്ലാത്ത ഏരിയ ഉണ്ട്, ഞാനത് വിടുവാണ്. ഈ ഹൂയും ഹൂമും വരുന്ന കേസ് അത് ഈ വായിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭ്രാന്ത് പിടിക്കും സാധനം. എനിക്കത് പറഞ്ഞു തരാൻ അറിയത്തില്ല. അപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും എനിക്കത് മനസ്സിലാവുകയാണെങ്കിൽ ഞാനത് പറഞ്ഞു തന്നേക്കാം. അടുത്ത് നോക്ക്. അല്ലെങ്കിൽ ഹൂമിനെയും കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പോയി പഠിച്ചിട്ടൊക്കെ വന്ന് പറഞ്ഞു തന്നാൽ മതി. അടുത്ത പറ. അടുത്ത കേസ് ഇതാണ്. അടുത്ത കേസ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, എ നമ്പർ ഓഫ് ദർ വാസ് എ നമ്പർ ഓഫ് ദ നമ്പർ ഓഫ് ദ നമ്പർ ഓഫ് ദ നമ്പർ ഓഫ്, ഇത്രയുള്ള. അപ്പോൾ എന്തൊക്കെയാണ്? എ നമ്പർ ഓഫ് ദ നമ്പർ ഓഫ്. മുമ്പ് ഞാൻ പറഞ്ഞു ഓഫ് വന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റ് എന്തായിരിക്കണം? പോയാ? ഹലോ, ഓഫ് വന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റ് മിക്ക കേസില്ല, ഇതുവരെ ഞാൻ കണ്ട എല്ലാ കേസിലും പ്ലൂറലാണ്. ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ സബ്ജക്റ്റാണ് വരുന്നത്. അടുത്ത കേസാണ് ദ നമ്പർ ഓഫ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നു എന്ന് പറയുമ്പോൾ അതുപോലത്തെ ഒരെണ്ണേ കാണൂ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വെർബ് എന്ന് പറയുന്നത് സിംഗുലർ വെർബ് വരും. എ നമ്പർ ഓഫ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കുറേ സാധനങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. എ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്? നമ്മൾ പ്ലൂറൽ വെർബ് ഉപയോഗിക്കും. ഓക്കെയാണ്, ഇതാണ് അവിടുത്തെ റൂൾ. എ നമ്പർ ഓഫിനോടൊപ്പം പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് പ്ലൂറൽ വെർബ് വരും. ദ നമ്പർ ഓഫിനോടൊപ്പം പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ് വരും. ഞാൻ പറഞ്ഞത് എന്താണ്? ദ നമ്പർ ഓഫ് എന്ന് എന്തായാലും ഓഫിന് ശേഷം പ്ലൂറൽ സബ്ജക്റ്റ് ഫിക്സഡ് സാധനമാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം വെച്ചിട്ട് നോക്കിയേ, എ നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് എന്ത് വരണം? സ്റ്റുഡൻസ്. എ നമ്പർ ഓഫ് ബേർഡ്സ്, എ നമ്പർ ഓഫ് പേഷ്യൻസ് കറക്റ്റാണ്, എ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കറക്റ്റാണ്, എ നമ്പർ ഓഫ് ബുക്സ് കറക്റ്റാണ്. ഇനി എന്താ റൂൾ? എന്താ? എ നമ്പർ ഓഫ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ കുറേ സ്റ്റുഡൻസ്, അത്രയേ ഉള്ളൂ, കുറേ സ്റ്റുഡൻസ് എന്നേ ഉള്ളൂ. അപ്പോൾ അതെന്ത് വരും? പ്ലൂറൽ വെർബ് തന്നെ വരും. ദ നമ്പർ ഓഫ് എന്ന് പറയുമ്പം സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ എത്രയാണ്? 10 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 20 സ്റ്റുഡൻസ്. അത് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യും. അതുകൂടെ വെച്ച് കണക്ട് ചെയ്ത് നോക്കിക്കേ. എ നമ്പർ ഓഫ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് വന്നിട്ട് പ്ലൂറൽ വെർബ് ആണ്. അപ്പോൾ എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹാവ് ആസ്ക്ഡ് ഫോർ റിസർവേഷൻ. ദർ വാസ് എ നമ്പർ ഓഫ് ബേർഡ്സ് ഇൻ ദ ട്രീ, വെർബ് അവിടെ ഇല്ല.
ദ നമ്പർ ഓഫ് പേഷ്യൻസ് ദാ വന്നപ്പോൾ എന്തായി? സ്പെസിഫിക് ആയിട്ട് പറയണം ഈസ് ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ വേരിയസ് കോമ്പറ്റിറ്റീവ് എക്സാംസ് ഇൻ വേരിയസ് കാറ്റഗറീസ് അണ്ടർ വേരിയസ് ഗ്രൂപ്പ്സ് ഹാസ്. വെർബ് ഇവിടെ വന്നൊന്ന് ശ്രദ്ധിച്ചോണം, അതൊക്കെ വായിക്കുമ്പോൾ നോക്കിയോണം. നോക്ക്, ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, ഏത് കാൻഡിഡേറ്റ്സ്? ഇൻ വേരിയസ് കോമ്പറ്റിറ്റീവ് എക്സാംസ് ഇൻ വേരിയസ് കാറ്റഗറീസ് അണ്ടർ വേരിയസ് ഗ്രൂപ്പ്സ്. ഇതെല്ലാം ഒരു സെറ്റാണ്. അപ്പോൾ ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹാസ് ഇൻക്രീസ്ഡ് ഡ്രാസ്റ്റിക്കലി. എന്തുകൊണ്ടാണ് ഹാസ് വന്നേ? ദ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് പറയുന്നു. അപ്പോൾ സിംഗുലർ വെർബ് വന്നു. ഐ സാ ദ നമ്പർ ഓഫ് ബുക്സ് ഇൻ ദ ബുക്ക് ഫെയർ. അവിടെ എന്താ എറർ? ഫെയറിന് എന്താ ഡൗട്ട്? പ്രശ്നം എന്താ? സ്പെല്ലിംഗ് തെറ്റാണോ? ഇല്ല, ഇവിടെ എന്താ മിസ്റ്റേക്ക്? കറക്റ്റ് ആണല്ലോ. കറക്റ്റ് അല്ലേ? കോമൺ സെൻസ് യൂസ് ചെയ്യും. അവിടെ റൂള് വരത്തില്ല, കോമൺ സെൻസ് യൂസ് ചെയ്താലേ പറ്റൂ. ഒരു ബുക്ക് ഫെയറിൽ ഞാനൊരു 100 ബുക്കാണോ കൊണ്ടുവയ്ക്കുന്നത്? ബുക്ക് ഫെയറിൽ എത്ര ബുക്കാണ് വരുന്നതെന്ന് നിനക്കറിയോ? നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുമോ? ബുക്ക് ഫെയർ എന്ന് പറയുമ്പോൾ എല്ലാവരും അവരവരുടെ ബുക്കുകൾ കൊണ്ടുവയ്ക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ നമ്പർ എന്ന് പറഞ്ഞൊരു ഫിക്സഡ് നമ്പർ അല്ല. ഒരു ഫിക്സഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് ദ നമ്പർ ഓഫ് എന്ന് പറയാൻ പറ്റൂ. മീൻസ് അല്ലെങ്കിൽ പോട്ടെ, ഐ സാ ദ നമ്പർ ഓഫ് ബുക്സ് എന്താ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഐ സാ കുറേ ബുക്ക് കണ്ടു, ഐ സാ ഞാൻ കണ്ടു എന്നാ. അപ്പോഴത്തെ ബുക്ക് ഫെയറിൽ പോയി കുറേ ബുക്ക് കണ്ടു. ഐ സാ എ നമ്പർ ഓഫ് ബുക്സ്. മറ്റേതെന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ബുക്സ്. ആ ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് ബുക്കിനെ കുറിച്ച് പറയുമ്പോഴേ അങ്ങനെ വരുന്നത്. നേരത്തെ ഉണ്ടോ? ദ നമ്പർ ഓഫ് പേഷ്യൻസ് ഈസ് റൈസിങ്. അത്രയും നമ്പർ റൈസ് ചെയ്യുന്നു. ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് പറയുന്നു. അടുത്ത് ഇവിടെ ഞാൻ കണ്ടു എന്നുള്ളത് കുറേ ബുക്ക് കണ്ടു. ഐ സാ എ നമ്പർ ഓഫ് ബുക്സ്. നല്ല മിസ്റ്റേക്ക് അല്ലായിരുന്നു അത്? മഞ്ജിമേ, മഞ്ജിമ പോരാ. കൊള്ളാമോ? നല്ലതാ. പോരാ എന്നാലും നീ അടുത്ത പറ. നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ ഓപ്പോസിറ്റാണ്. നമ്മളൊരു സബ്ജക്റ്റീവ് കേസ് പഠിച്ച എവിടെയായിരുന്നു? സബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ പഠിച്ചത് എവിടെയാ? എന്ത് റൂള്? റൂളിലാന്ന് എനിക്കും അറിയാം, അല്ലാണ്ട് പിന്നെ ഞാൻ ആസ് പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് ആസ് വന്നു കഴിഞ്ഞാൽ അത് അവസാനം സബ്ജക്റ്റീവ് കേസ് പ്രോനൗണിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്? ബിറ്റ്വീനും ലെറ്റുമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് കേസ് എടുക്കുക. ബിറ്റ്വീനും ലെറ്റും വന്നു കഴിഞ്ഞാൽ എന്ത് എടുക്കുക? ഒബ്ജക്റ്റീവ് കേസ് എടുക്കുക. ഓക്കെ. ബിറ്റ്വീൻ യു ആൻഡ് യു ഒബ്ജക്റ്റീവ് കേസ് യു തന്നെയാണ്. ഐൻ്റെ ഒബ്ജക്റ്റീവ് കേസ് എന്താ? മീ ആണ്. എഴുതി ഇട്ടോണേ അതൊക്കെ. മറ്റേ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും ഒക്കെ എക്സാമ്പിൾസ് എല്ലാം ടൈപ്പ് ചെയ്ത് മൊത്തം എഴുതിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഏതൊക്കെയാ? മീ, ഐൻ്റെ മീ, വീൻ്റെത് അസ്, വീൻ്റെ അസ്. അത് കഴിഞ്ഞിട്ട് യുവിൻ്റെത് യു തന്നെയാണ്. മറ്റേന്ന് പറയുമ്പോഴത്തേക്ക് ഹീ ഷീറ്റ് എന്ന് പറയുമ്പോൾ ഹിം, ഹെർ അല്ല സോറി ഇറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് തന്നെയാണ്. ദം ഒബ്ജക്റ്റ്. അടുത്തത്, ഹീ റിക്വസ്റ്റഡ് ദ ടീച്ചർ ടു ലെറ്റ് മീ.
enter the class. Let them win the match between him and her. Let me decide. ഇതിനകത്ത് ഇനി ഏതെങ്കിലും എറർ പറഞ്ഞത് എംപോസിഷൻ ക്യാൻസൽ ചെയ്ത് തരാം. ഞാൻ ആലോചിക്കുക അതെ സാറിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. താനാനാനേ. ആന്റി ഇവിടെ അല്ല വരട്ടെ. ഏത് ആൻഡ്? ഏത് ക്വസ്റ്റ്യൻ? കുറേ ആൻഡ്, 2 ആൻഡ് ഉണ്ട്. ഇതിൽ ഏത് ആൻഡിനെയാണ് നീ ഉദ്ദേശിക്കുന്നത്? 1-ലും 4-ലും ആൻഡ് ഉണ്ട്. അതല്ല ഐ വിൽ Besides ആണോ? കാരണം മറ്റേ ഇതില്ല, എന്തില്ല, ക്വസ്റ്റ്യൻ മാർക്കില്ല. ലെറ്റ് മീ ഡിസൈഡ്. ലെറ്റ് മീ ഡിസൈഡ് ഹൂ എന്ന് വെച്ചാൽ ഡബ്ല്യു എച്ചും വന്ന് ക്വസ്റ്റ്യൻ മാർക്കും വന്നു കഴിഞ്ഞാൽ റൂൾ എന്താണ്? അല്ല സോറി, ഫുൾ സ്റ്റോപ്പും വന്നു കഴിഞ്ഞാൽ ഡബ്ല്യു എച്ച് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വെർബ് വരണം എന്ന് പറഞ്ഞാൽ ഹൂ വില്ലല്ല, ഹൂ ഐ വിൽ ഹയർ. മഞ്ജിമയ്ക്ക് എംപോസിഷൻ ഉണ്ടായിരുന്നോ? ഏതാടാ? ഇല്ല, ഇംഗ്ലീഷിനകത്ത് പറഞ്ഞാൽ ഞാൻ കട്ട് ചെയ്യത്തുള്ളൂ. വരെ എന്റെ കട്ടി. ആ ശരി. അച്ഛോ പാവം ഉമ്മ. ബിറ്റ്വീൻ ആൻഡ് ലെറ്റർ ഫോളോഡ് ബൈ പ്രൊനൗൺ ഇൻ ഒബ്ജക്റ്റീവ് കേസ്. ഓക്കെ അല്ലേ? പറഞ്ഞു നമ്മളിപ്പോൾ ഒരെണ്ണം പഠിക്കുമെന്ന് പറഞ്ഞിട്ട് അത് മാത്രം പിടിച്ചുകൊണ്ടിരിക്കരുത്. തീർന്നു. ഇത് അടുത്ത ക്ലാസ്. ഇറ്റ്സ് ഓവർ ഫോർ ദ ടുഡേ. ക്ലാസ് ഈസ് ഓവർ ഫോർ ടുഡേ. 1/2 മണിക്കൂറേ ഉള്ളായിരുന്നല്ലേ?